നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ നായകൻ, ലോകത്തിൻ്റെ സ്നേഹരൂപം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മയാണ്. മനുഷ്യപ്പറ്റുള്ള സമീപനങ്ങൾ കൊണ്ട്, അനീതിക്കെതിരെ ഉറച്ച നിലപാടുകൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയാണ് പാപ്പ വിടവാങ്ങിയത്. പുരോഗമന നിലപാടുകൾ കൊണ്ട് സഭാചിത്രത്തെ തന്നെ മാറ്റിവരച്ചു മാർപ്പാപ്പ. അവസാന നിമിഷവും ഗസയ്ക്കു വേണ്ടി ശബ്ദിച്ചു. സഭ അടുത്ത പോപ്പിനായി കാത്തിരിക്കുകയാണ്. ഗസയിൽ അപ്പോഴും ഇസ്രായേൽ വംശഹത്യ തുടരുന്നു. UN-ന്റെ ഭക്ഷ്യപ്പുരകളെല്ലാം കാലിയാണ്. കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്നു. ഹമാസ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. 38 ദിവസം ആശുപത്രിയിൽ കിടന്ന് മാർപ്പാപ്പ മാർച്ച് 23-ന് പുറത്തു വന്നപ്പോൾ ലോകത്തിനത് വലിയ ആശ്വാസത്തിൻ്റെ കാഴ്ചയായിരുന്നു. 2 ന്യൂമോണിയകളെയാണ് പോപ്പ് അതിജീവിച്ചത്. ഈസ്റ്റർ ചടങ്ങിനൊടുവിൽ ആശീർവാദവും സന്ദേശവും നൽകാൻ മാർപ്പാപ്പ എത്തി. അവിടെയും തൻ്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞു. ധീരമായ ആ ശബ്ദവും ചിത്രവും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് എന്ന പേരിൽ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയിരുന്നു. അവഗണിക്കപ്പെട്ടവരുടെ, ആരാരും ശ്രദ്ധിക്കാതെ മാറ്റി നിർത്തപ്പെട്ടവരുടെ വേദനകളിൽ മരുന്നു പുരട്ടുക, അവരുടെ മുറിവടക്കുക, ഇതാണ് തൻ്റെ ദൗത്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അർജന്റീനയിലെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ച അറിവുകൾ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലാളിത്യത്തിൻ്റെ ആൾരൂപമാക്കി മാറ്റിയത്. വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ വേണ്ടെന്ന് വെച്ചു പാപ്പ. പകരം അതിഥി മന്ദിരങ്ങളിലെ മുറികൾ സ്ഥിരവാസത്തിന് തിരഞ്ഞെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകൾ ഓരോന്നും അന്യവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടിയായിരുന്നു. സാമൂഹിക നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന ധീരമായ നിലപാടുകളിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനകീയനായത്. LGBT സമൂഹത്തെ അംഗീകരിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്ത മാർപ്പാപ്പയുടെ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കത്തോലിക്ക സഭയുടെ ഭരണസിരാ കേന്ദ്രമായ വത്തിക്കാനിലെ പ്രധാന ചുമതലകളിൽ സ്ത്രീകളെ നിയോഗിച്ചു. അഭയാർത്ഥികളെ ആട്ടിപ്പായിക്കുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും തീവ്ര വലതുപക്ഷ നേതാക്കളെ രൂക്ഷമായി നേരിട്ടു. ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു. ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന മാധ്യമ സാമ്രാജ്യവും മാർപ്പാപ്പ ജൂതവിരുദ്ധരുടെ കെണിയിൽപ്പെടുന്നു എന്ന് വിമർശിച്ചെങ്കിലും പാപ്പ പതറിയില്ല. എല്ലാ ദിവസവും ഗസയിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അവസാന നിമിഷം വരെ ഗസയിലെ വേദനയ്ക്കൊപ്പം നിന്നു. അന്ത്യവിശ്രമത്തിൻ്റെ കാര്യത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു. എല്ലാം ലളിതമായിരിക്കണം എന്നായിരുന്നു മരണപത്രത്തിൽ എഴുതിയിരുന്നത്. 4 ലക്ഷം പേരാണ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വത്തിക്കാനിലെത്തിയത്. പൗരസ്ത്യ സഭകളുടെ പ്രാർത്ഥനകൾ കൂടി അന്ത്യകർമ്മങ്ങളിൽ മുഴങ്ങിക്കേട്ടു. പോപ്പിൻ്റെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. ഗസയിലെ സിവിലിയൻ അഭയകേന്ദ്രങ്ങൾക്കു നേരെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം തുടരുകയാണ്. ശരാശരി ഒരു ദിവസം 50 ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു. അവശേഷിക്കുന്ന വീടുകളും കൂടാരങ്ങളും തകർത്ത് ഗസ ജീവിക്കാൻ പറ്റാത്ത ഇടമാക്കി മാറ്റുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഗസയിൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി പറയുന്നു. ഗസയിലെ UN ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നു. മരുന്നില്ലാത്തതിനാൽ നിരവധി രോഗികളും മരണത്തിന് കീഴടങ്ങുകയാണ്. ഗസയിലെ ഭക്ഷ്യസഹായ ഡിപ്പോകളിൽ ബോംബിടുക എന്ന ഇസ്രായേൽ നയത്തെ അമേരിക്ക പിന്തുണക്കുന്നു എന്നാണ് ഇസ്രായേൽ സുരക്ഷാകാര്യമന്ത്രി ഇറ്റാമിർ ബെൻഗവിർ പറയുന്നത്. ഗസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, സഹായം എന്നിവയ്ക്കുള്ള ഉപരോധം 9 ആഴ്ചയായി തുടരുകയാണ്. യുദ്ധത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധിയെന്ന് ഇതിനെ ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിക്കുന്നു. വെടിനിർത്തലിന് പുതിയ നിർദ്ദേശം ഹമാസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. മുജാഹിദ് മുഹമ്മദ് ദർവീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘമാണ് കൈറോയിലെത്തി കരട് നിർദ്ദേശങ്ങൾ മധ്യസ്ഥർക്ക് സമർപ്പിച്ചത്. വെടിനിർത്തൽ, തടവുകാരുടെ കൈമാറ്റം, ദുരിതാശ്വാസം, ഗസയുടെ പുനർനിർമ്മാണം എന്നിങ്ങനെ 4 തലങ്ങളുള്ളതാണ് ഹമാസിൻ്റെ നിർദ്ദേശം. ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിലും നേതൃത്വം ആവശ്യം തള്ളിക്കളയുന്നു. ഇസ്രായേലിൻ്റെ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രതിരോധവും ഉണ്ടാകുമെന്ന് ഹമാസ് പറയുന്നു. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.